നമ്മുടെ എല്ലാവരുടെയും ഫോണിലുള്ള വൈഫൈ, ബ്ലൂടൂത്ത് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്യാതെയാണ്. ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തട്ടിപ്പുകാർ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകളും അവർ കൈക്കലാക്കുകയും പിന്നീട് ആ വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മളെ കോൾ വിളിച്ച് നമ്മുടെ വിവരങ്ങൾ അവർ പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ഇത്രയും വിവരങ്ങൾ തട്ടിപ്പുകാരുടെ കയ്യിലുണ്ടെന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തടയാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഫോണിലുള്ള വൈഫൈ നമ്മൾ ഓഫാക്കാതെ തന്നെയായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അത് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേഷനുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ നേരത്തെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയിലേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ കണക്ട് ആകാനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലുള്ള വൈഫൈ ഓട്ടോമാറ്റിക്കലി തന്നെ കണക്ട് ചെയ്യാനായിട്ടും ഇത് നമുക്ക് സഹായിക്കും. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഓഫ് ചെയ്യാതെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിരിക്കുന്ന ആ വൈഫൈ കണക്ട് ആകുന്നതിന് പകരം സ്കാമർമാർ അവരായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മറ്റ് വൈഫൈയിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുകയും അതുവഴി സ്കാമർമാർക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും, എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ഒക്കെ കൈക്കലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള വൈഫൈ, നമ്മൾ പുറത്തുപോയി പോകുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള വൈഫൈ നമ്മൾ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈഫൈ പാസ്വേഡ് പോലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപരമായിട്ട് എന്തൊക്കെ സെറ്റിങ്സുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴെ നെറ്റ്വർക്ക് അറ്റ് ഇന്റർനെറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? നിങ്ങളുടെ ഫോണിൽ വൈഫൈ എന്നാണ് ഉള്ളതെങ്കിൽ അതിൽ തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വൈഫൈ എന്ന് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫോണിൽ കണക്റ്റ് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കത് അറിയാത്ത നെറ്റ്വർക്ക് ആണെങ്കിൽ അതിന് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് വിടാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവിടെ ഈ ഒരു നെറ്റ്വർക്ക് കാണിക്കുന്നതിൻ്റെ ഇവിടെ ഒരു ഗിയർ ഐക്കൺ കാണിക്കുന്ന ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണിക്കുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിസ്കണക്ട് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫോർഗെറ്റ് എന്ന് രണ്ടും ഒപ്പത്തിൽ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ പാസ്വേഡ് അവിടെ നിന്ന് പോകുന്നതായിരിക്കും. പിന്നീട് നമുക്ക് വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് വൈഫൈ ഓൺ ചെയ്തിട്ട് അത് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ നെറ്റ്വർക്കുകളും ഇവിടെ സേവ്ഡ് നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ കാണില്ല ഏറ്റവും താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക് സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോർഗെറ്റ് എന്ന് കൊടുക്കുക. ഇത്തരത്തിൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ വൈഫൈൻ്റെയും ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആകാതെയാകും. അത് അങ്ങനെ കണക്ട് ആകാതിരിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അറിയാവുന്ന വൈഫൈ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള കാര്യം. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് വഴിക്കും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ തട്ടിപ്പുകാർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ. അപ്പോൾ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്തും വൈഫൈയും ഓഫ് ചെയ്താലും അത് ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് എല്ലാം ഓഫ് ആയിരിക്കും, എന്നാൽ അത് ഓൺ ആയിട്ടായിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്? അത് ഓഫ് ചെയ്തത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണം പറയുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ മേലെ നിന്ന് ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്തതിന് ശേഷം താഴേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വൈഫൈയോ ബ്ലൂടൂത്തൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ വൈഫൈയും ബ്ലൂടൂത്തൊക്കെ ഇവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഇവിടെ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള മെയിൻ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെർച്ച് ബാറിൽ സ്കാനിങ് എന്ന് സെർച്ച് ചെയ്യുക. സ്കാനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസുകളൊക്കെ വരും. ബ്ലൂടൂത്ത് സ്കാനിങ്, അതുപോലെ തന്നെ വൈഫൈ സ്കാനിങ് ഒക്കെ നമുക്കിവിടെ വരും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടെ ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന ആ ഒരു ഭാഗം നമ്മളിവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബ്ലൂടൂത്ത് സ്കാനിങ് ഇവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ബ്ലൂടൂത്ത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, ഇവിടെ ബ്ലൂടൂത്ത് ഓഫ് ആണ്, എന്നാൽ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഈ തട്ടിപ്പുകാർക്കൊക്കെ ഇതിലൂടെ സിമ്പിളായിട്ട് വന്നിട്ട് തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വളരെ സ്പീഡിൽ തന്നെ താഴ്ന്നു പോകും. ബാറ്ററി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. നമുക്ക് വെറുതെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക.
നമ്മളിവിടെ സ്കാനിങ് എന്ന് സെർച്ച് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ താഴെ തന്നെ ഇപ്പോൾ ബ്ലൂടൂത്ത് സ്കാനിങ് നടത്തുക, അതിൻ്റെ താഴെ തന്നെ ഇവിടെ വൈഫൈ സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വൈഫൈ സ്കാനിങ് ഇവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇതും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ തട്ടിപ്പുകാർക്കും നമ്മുടെ ഫോണിലേക്ക് സിമ്പിളായിട്ട് തന്നെ വന്ന് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈഫൈ സ്കാനിങ് ഇവിടെ നിങ്ങൾക്ക് ഓഫായിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ വൈഫൈ ഓഫാണ് കിടക്കുന്നത്, കണ്ടോ. അപ്പോൾ ഞാൻ നമുക്ക് മുകളിൽ തന്നെ ആക്കി കാണിച്ചു തരാം. ഇവിടെ വൈഫൈ സ്കാനിങ് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കേണ്ട സെറ്റിങ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോണിൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വൈഫൈയും ബ്ലൂടൂത്തൊക്കെ നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും സ്കാമർമാർക്ക്, തട്ടിപ്പുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നത് ബാങ്കിൽ നിന്നാണ് എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ അവർ നമ്മളോട് പറയുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ ഇത്രയും പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഇവർ എങ്ങനെ അറിഞ്ഞു എന്ന് നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ എടുക്കുന്ന സമയത്ത് അതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമല്ല ബാങ്ക് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കാനായിട്ട് ഈ സെറ്റിങ്സുകളെല്ലാം തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.